വായുമലിനീകരണം തുടർച്ചയായ മൂന്നാം ദിവസവും ഗുരുതര നിലയിൽ തന്നെ തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക 400 കടന്നിരിക്കുന്നു. ചുമയും ശ്വാസതടസ്സങ്ങളുമായി ചികിത്സ തേടുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നു. നഗരത്തിലെ വ്യോമ റോഡ് ഗതാഗതവും പ്രതിസന്ധിയിലാണ്. തൗഫീഖ് തുടരുന്നുണ്ട്. തൗഫീഖ്, അതീവ ഗുരുതരമായ അവസ്ഥയിൽ കൂടെ ഡൽഹി കടന്നു പോകുന്നു. പലതരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ സർക്കാർ പുറപ്പെടുവിക്കുന്നുണ്ട്. അതിനു പുറമെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പര്യാപ്തമായ നടപടികളാണോ? കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സമയം കൂടിയാണ്. അത്തരം ആലോചനകൾ കൂടി സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ടോ? അജിൽസി, ഗുരുതരാവസ്ഥയിലൂടെയാണ് ഡൽഹി കടന്നു പോകുന്നത്. കഴിഞ്ഞ 15 ദിവസത്തിലധികമായി വളരെ മോശം നിലയിലായിരുന്നു വായു ഗുണനിലവാര സൂചിക. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് അത് അവിടെ നിന്ന് മാറി ഗുരുതര വിഭാഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 400-ന് മുകളിലാണ് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചികയുള്ളത്. ഡൽഹിയിലെ ആനന്ദ് വിഹാറും അതോടൊപ്പം തന്നെ ഭവാനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അവിടെ വായു ഗുണനിലവാര സൂചിക 450-ന് മുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. ഇത് ഒരു തരത്തിലും ആളുകൾക്ക്, ഡൽഹിയിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും ശ്വസിക്കാൻ സാധിക്കാത്ത വായുവാണ് ഡൽഹിയിൽ നിലവിലുള്ളത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ വായു ശ്വസിക്കുകയാണെങ്കിൽ നിരവധി അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള നിരവധി അസുഖങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ശ്വാസം എടുക്കാൻ ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. ആ കണ്ണുനീറും അതോടൊപ്പം തന്നെ ജലദോഷം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ തുടർച്ചയായിട്ട് ആളുകൾക്ക് പിടിപെടും തുടങ്ങിയ കാര്യങ്ങളാണ് ഡോക്ടർമാർ ഉൾപ്പെടെ അറിയിക്കുന്നത്. ആശുപത്രികളിൽ ഉൾപ്പെടെ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണം കുത്തനെ കൂടിയതായിട്ട് കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. ഈ ഡോക്ടർമാരുടെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പ്രൈമറി സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറ്റാനായിട്ട് ഡൽഹി സർക്കാർ ഇന്ന് തീരുമാനിച്ചത്. ഇന്നു മുതൽ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഡൽഹിയിലെ പ്രൈമറി സ്കൂളുകൾക്ക് ഓൺലൈൻ വഴിയായിരിക്കും ക്ലാസുകൾ ഉണ്ടാവുകയെന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിഷി ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വായു ഗുണനിലവാര സൂചിക ഉയരുന്നത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഡൽഹി സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഗ്രേഡ് 3-ലാണ് നിയന്ത്രണങ്ങൾ ഇന്ന് രാവിലെ 8 മണി മുതൽ ഏർപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങളുടെ നിർമ്മാണം, അതോടൊപ്പം തന്നെ പൊടിപടലങ്ങൾ ഉണ്ടാകുന്ന ജോലി, ഡീസൽ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ടാണ് ഈ ഘട്ടത്തിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.